ഇന്ന് തെറ്റില്ലാത്ത രീതിയിലുള്ള മഴ തന്നെ പുറത്ത് ഇങ്ങനെ പെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് ഒരു ഗപ്പി ടാങ്ക് ഉണ്ടാക്കുന്ന വീഡിയോ ആണ്, ഒരു എക്സ്പെരിമെൻ്റ് ആണ്. അപ്പോൾ നമ്മൾ വീട്ടിലുള്ള ഒരു സ്റ്റൂളാണിത്. ഈ സ്റ്റൂള് പൊട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ പൊട്ടിയ സ്റ്റൂൾ ഉപയോഗിച്ചിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത്, കൂടെ നമ്മൾ ഉപയോഗിക്കുന്നത് നമ്മുടെ കയറാണ്. അപ്പോൾ ഈ കയറും സ്റ്റൂളും ഉപയോഗിച്ചിട്ട് നമുക്ക് എങ്ങനെ ഒരു ഗപ്പി ടാങ്ക് സെറ്റ് ചെയ്തെടുക്കാൻ പറ്റും എന്നുള്ളതാണ് നോക്കാൻ പോകുന്നത്. വീഡിയോ നിങ്ങൾ അവസാനം വരെ കാണാൻ ശ്രമിക്കുക. ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തതിന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യുക. നമ്മുടെ ഈ സ്റ്റൂളിൻ്റെ അടിഭാഗമായിട്ട് പൊട്ടിക്കുന്നത്. അപ്പോൾ ഇതിൽ ചിലപ്പോൾ നമ്മളിപ്പോൾ നേരിട്ട് ടാങ്ക് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിങ്ങനെ വിടരാനുള്ള ചാൻസ് ഉണ്ട്, പൊട്ടാനുള്ള. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഇവിടെ ഹോൾ ഇട്ടിട്ട് ഇതൊന്ന് സെറ്റ് ചെയ്യട്ടെ. അപ്പോൾ നമ്മൾ നെറ്റ് ബോൾട്ട് കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. നമ്മളിത് രണ്ടും കൂടി എന്ത് ചെയ്ത് ആദ്യം തന്നെ അടുപ്പിച്ച് വെച്ചിട്ട് ഈ നെറ്റ് ബോൾട്ട് ഇട്ട് നല്ല രീതിയിൽ ടൈറ്റ് ചെയ്ത് വെക്കണം. നല്ല രീതിയിൽ ടൈറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഇതിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പോവില്ല, കറക്റ്റായിട്ട് നിൽക്കും. ഇനി നമ്മൾ ഈ സ്റ്റൂളിൽ ഹോൾ ഇടാനും വേണ്ടിയിട്ട് കമ്പി ഇങ്ങനെ പഴുപ്പിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. അങ്ങനെ സ്റ്റൂളിൽ നമ്മളിങ്ങനെ ഹോൾ ഇട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതെന്തിനാണെന്നുള്ളത് നമുക്ക് വഴി നോക്കട്ടെ. അങ്ങനെ നമ്മൾ സ്റ്റൂളിൻ്റെ എല്ലാ ഭാഗത്തും 4 ഹോള് വീതം ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ മനസ്സിലാവും. അപ്പോൾ നമ്മൾ കമ്പി പഴുപ്പിച്ചിട്ട് ഇട്ട് കൊടുത്തുള്ളത് ഡ്രില്ലർ മെഷീനൊക്കെ ഉണ്ടെങ്കിൽ അത് വെച്ചിട്ടൊക്കെ സിമ്പിളായിട്ട് ഇടാൻ പറ്റും. നമ്മളിപ്പോൾ തുണിയുടെ കഷ്ണം എടുത്തിട്ട് ഇങ്ങനെ കെട്ടിട്ടുകൊണ്ടിരിക്കുക കേട്ടോ. ഒരു എഡ്ജ് മാത്രമാണ് ഇങ്ങനെ കെട്ടിടുന്നത്. ഇതെന്തിനാണെന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ കുറച്ച് കൂടുതൽ തുണിയുടെ കഷ്ണങ്ങൾ ഇങ്ങനെ എടുത്തു. നമ്മൾ നേരത്തെ 16 ഹോളല്ലേ ഇട്ടത്. അപ്പോൾ 16 ഇതേപോലെ തന്നെ ചെറിയ തുണിയുടെ കഷ്ണങ്ങൾ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഹൈറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഹൈറ്റ്. അപ്പോൾ നമ്മളിവിടെ ഒന്ന് ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മളിവിടെ ഒരു കഷ്ണം ഇട്ടിട്ടുണ്ട്, ഹോൾ ഇട്ടിട്ടുണ്ട്. അല്ല, ഒരു കഷ്ണം എടുത്തിട്ടുണ്ട്, തുണിയുടെ കഷ്ണം. അത് ഈ ഇതിലെത്തുന്ന രീതിയിൽ ഹൈറ്റ് ഇവിടെ നമുക്കിങ്ങനെ കെട്ടി കൊടുക്കാൻ പറ്റും കേട്ടോ. അങ്ങനെ നമ്മൾ എടുത്തിട്ടുള്ള സീലുണ്ടല്ല, ആ തുണി കഷ്ണം, അത് നമ്മൾ എല്ലാ ഹോളുകളിലും ഇങ്ങനെ ഇട്ടിട്ട് ടൈറ്റ് ആക്കിയിട്ടുണ്ട് കേട്ടോ. ഇതെങ്ങനെ ടൈറ്റ് ആക്കിയിട്ടുള്ളത് എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ സിമ്പിളായിട്ട് തന്നെയാണ്. നമ്മൾ നേരത്തെ കെട്ടിട്ടല്ല. ഇപ്പോൾ ഇവിടെ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റും നമുക്ക് കേട്ടോ. ഇപ്പോൾ ഒരു ഹോള് നമ്മളിവിടെ കാലിയാക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഇതിൻ്റെ അകത്തുനിന്ന് ഇതുകൊണ്ട് വലിച്ചെടുത്ത്, ഇപ്പോൾ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ ഇതിൽ ഈ കെട്ടുണ്ടല്ലോ, ഈ കെട്ടിടുന്ന സമയത്ത് ഇവിടെയുള്ള ഈ ഹോളുണ്ടല്ലോ, ഈ ഹോളിനേക്കാൾ വലിയ കെട്ടായിരിക്കണം നമ്മൾ ഇടേണ്ടത്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ കൂടി ഈ തുണിയുടെ കഷ്ണം ഇങ്ങോട്ട് വലിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കണ്ടില്ലേ, ഇത് ടൈറ്റായിട്ട് ഇവിടെ കിടന്നിട്ടാണ്. അതേപോലെ തന്നെ ഓരോന്നും നമ്മൾ ഇതേമാതിരി ടൈറ്റ് ആക്കിയിട്ട് എല്ലാ സൈഡിലും നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ കയറെടുത്ത് കെട്ടിക്കൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ നമ്മളിവിടെ എടുത്തിട്ടുള്ള കയറ് ചൂടിക്കയറാണ്, നാടൻ കയറ്. അപ്പോൾ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ പ്ലാസ്റ്റിക്കിൻ്റെ കയറോ മറ്റ് കയറൊക്കെ വേണമെങ്കിൽ യൂസ് ചെയ്യാം കേട്ടോ. നമ്മളിനി കയർ എന്ത് ചെയ്യണം, ചുറ്റും ഇങ്ങനെ വരിഞ്ഞിങ്ങനെ കെട്ടി കൊടുക്കാൻ പോകട്ടെ. അതിന് മുമ്പായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, മുകളിൽ നമ്മൾ ഇതേമാതിരി ഇങ്ങനെ സീല കഷ്ണങ്ങൾ ഇട്ട് വെച്ചിട്ടുണ്ടല്ലോ, ഇത് നമുക്ക് ഇതേപോലെ ഇങ്ങനെ മുടഞ്ഞെടുക്കണം. അപ്പോൾ ഒന്നും കൂടി കയറിന് ബലം കിട്ടും. അപ്പോൾ അതിന് നമ്മൾ 2 എണ്ണം ഇങ്ങനെ ഇട്ടിട്ടുണ്ട്. ഇനി കയർ നമ്മൾ ടൈറ്റാക്കി കൊടുക്കുക. കയർ നമ്മൾ ടൈറ്റാക്കി കൊടുക്കുമ്പോൾ നമ്മൾ ഇതൊക്കെ ഇങ്ങനെ ചെയ്യണം. കുറച്ച് നേരത്തെ പണിയെടുക്കാനുണ്ട്. ഇനി നമ്മൾ എന്ത് ചെയ്യാം, ഈ ലൈൻ ഉണ്ടല്ലോ, ഇത് കയറിന് മേലെ കൂടി ഇടുക കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഓരോ ട്രാക്കും നമ്മൾ ചെയ്യുമ്പോൾ ഇങ്ങനെ തന്നെ ശ്രദ്ധിച്ച് ചെയ്യേണ്ടതുണ്ട്. ഇനിയിപ്പോൾ ഈ സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ അതേപോലെ തന്നെ നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഇവിടെ നിന്ന് എന്ത് ചെയ്യുക, ഒന്ന് നമ്മൾ താഴേക്ക് കൂടി ഇടുക, 2 എണ്ണം താഴേക്ക് കൂടി ഇടുക. പിന്നെ കയറ് വെച്ച് കഴിഞ്ഞതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക, മുകളിൽ കൂടി ഇടുക. നമുക്ക് മൊത്തം ഒന്ന് ചുറ്റി കഴിഞ്ഞതിന് ശേഷം കാര്യങ്ങൾ നോക്കട്ടെ. ഇത്രേ കാര്യങ്ങളുള്ളൂ. അൽഹംദുലില്ലാ. അങ്ങനെ നമ്മുടെ ഈ സ്റ്റൂൾ ഉണ്ടല്ലോ, നമ്മളിപ്പോൾ ഇങ്ങനെ ഈ ഒരു ഷേപ്പിൽ മാറ്റിയിട്ടുണ്ട് കേട്ടോ. ഇവിടെ സൈഡിലൊക്കെ നല്ല രീതിയിൽ തന്നെ വരിഞ്ഞ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ ഇടയിൽ കൂടി നമ്മൾ കൊടുത്ത തുണി കഷ്ണം ഉണ്ടല്ലോ, മുകളിലേക്ക് നമ്മൾ ഇവിടെ ഇങ്ങനെ കെട്ടി കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ നമ്മൾ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കൊരു വേസ്റ്റ് ബിന്ന് പോലെയൊക്കെ നമുക്കിപ്പോൾ ഇത് യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ. പിന്നെ അതുപോലെ എന്തെങ്കിലും ശരിക്കും ടൈറ്റ് ചെയ്ത സമയത്ത് തന്നെ ഈ സ്റ്റൂളിൻ്റെ ഈ ഭാഗങ്ങളൊക്കെ ശരിക്കും ഇങ്ങനെ സ്ട്രെച്ച് ചെയ്തിട്ട് കൊണ്ട് നിന്നുണ്ട്. അപ്പോൾ ഒന്നും കൂടി വീതി കിട്ടിയ പോലെ ഉണ്ട്. അപ്പോൾ നമുക്ക് ഇനി ഇതിനകത്ത് നമുക്ക് ടാങ്ക് വെള്ളം നിർത്തണം എന്നുണ്ടെങ്കിൽ ഇതിനകത്ത് നമുക്ക് ഷീറ്റ് എന്തെങ്കിലും വിരിച്ചു കൊടുക്കണം. അതെങ്ങനെയാണെന്നുള്ള ബാക്കി കാര്യങ്ങളൊക്കെ നോക്കാം. ഇവിടെ നമുക്ക് ഈ ഒരു സ്റ്റൂളിൻ്റെ നമ്മൾ ടാങ്ക് ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്ന ഈ ഒരു സംഭവത്തിൻ്റെ അടിയിൽ കണ്ടില്ലേ, ഇവിടെ ഇങ്ങനെ കുറേ കട്ടിങ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ വെള്ളത്തിൻ്റെ ലോഡ് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഇരിക്കുന്ന ഷീറ്റ് എന്തായാലും ചിലപ്പം കീറിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ ഇട്ട് കൊടുക്കണം. അപ്പോൾ നമ്മുടെ വീട്ടിലെ കുട്ടികളുടെ പഴയ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, എല്ലാ സൈഡിലേക്കും ഇങ്ങനെ ഇട്ട് കൊടുക്കുക കേട്ടോ. ഇനി നമ്മൾ ഇതിനകത്തേക്ക് എന്തെങ്കിലും ഷീറ്റ് ഇറക്കിയിടണം വെള്ളം നിർത്താൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മളിവിടെ ഉപയോഗിക്കാൻ പോകുന്നത് നമ്മുടെ നമുക്ക് കല്യാണ വീടുകളിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒട്ടുമിക്ക ഫംഗ്ഷൻ പരിപാടികളിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ വേസ്റ്റ് കവർ ഉണ്ടല്ലോ, ഇതേമാതിരി വേസ്റ്റ് കവർ കാണാൻ പറ്റും കേട്ടോ. അധികം പരിപാടി സ്ഥലങ്ങളിലാണ് ഇത് കാണല്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഈ വേസ്റ്റ് കവർ വെച്ചിട്ടാണ് ഇന്ന് നമ്മൾ ഇവിടെ ഈ ടാങ്ക് ഇവിടെ സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ വേസ്റ്റ് കവർ ഇതേപോലെ നല്ല രീതിയിൽ തന്നെ എല്ലാ സൈഡിലേക്കും നല്ല രീതിയിൽ വിരിച്ചു കൊടുക്കട്ടോ. ഇതിപ്പോൾ നമ്മൾ ഒരു ഷീറ്റായിട്ട് വിരിച്ചിരിക്കണ്, ഒന്നും കൂടി ഒരു ബലത്തിന് വേണ്ടിയിട്ട്. ഇപ്പോൾ സൈഡിലൊക്കെ ഇതിൻ്റെ സൈഡിലൊക്കെ ചാക്ക് നമ്മളെ നാടൻ കയറല്ല. അപ്പോൾ ഇതിമൊന്നും ഇങ്ങനെ എന്തെങ്കിലും ഇനി കുത്തി കയറി എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാകാതിരിക്കാൻ നമുക്ക് എന്ത് ചെയ്യാം, ഒന്നും കൂടി വിരിച്ചു നോക്കട്ടോ.
അപ്പോൾ നമ്മൾ ഇത്തരത്തിലുള്ള സംഭവമൊക്കെ വാങ്ങുന്ന സമയത്ത് ഇതിന് ഹോളില്ല എന്ന് ഉറപ്പ് വരുത്തണം. അത് ഹോൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ പരിപാടി ഉദ്ദേശിച്ച പോലെ നമുക്ക് റിസൾട്ട് കിട്ടില്ല. അപ്പോൾ നമ്മൾ ഇന്ന് തന്നെ ഇപ്പോൾ ടാങ്കിൽ വെള്ളം നിർത്തിയിട്ട് മീനിനാക്കാനുള്ളൊരു പ്ലാനിങ് ആട്ടോ. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ചെയ്യാൻ പോകുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ പൊട്ടാസ്യം പെർമാഗ്നേറ്റ് കലക്കിയിട്ടുള്ള വെള്ളമാട്ടത്. അപ്പോൾ ഇതുകൊണ്ട് നമ്മൾ ഈ സൈഡൊക്കെ നല്ല രീതിയിലൊന്ന് കഴുകി വൃത്തിയാക്കുക. അപ്പോൾ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ, അതായത് കെമിക്കലിൻ്റെ എന്തെങ്കിലുമൊക്കെ അംശങ്ങൾ എന്തെങ്കിലുമൊക്കെ ഈ ടാങ്കിൻ്റെ സൈഡിൽ, അതായത് ഈ കവർ ഇപ്പോൾ നമ്മൾ പറഞ്ഞില്ല പ്ലാസ്റ്റിക്കിൻ്റെ കവർ, ഈ ഒരു കവറിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊന്നുകൊണ്ട് ഒഴിഞ്ഞ് പോയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് നമ്മളിതൊന്ന് ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ. ഈ ഒരു ടാങ്കിൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ നമുക്ക് പോർട്ടബിൾ ആട്ടോ, എവിടേക്ക് വേണമെങ്കിലും നീക്കി വെക്കുക, കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഇപ്പോൾ ഇതിൽ വെള്ളം ഉണ്ടല്ലോ, നമുക്കിപ്പോൾ ഇതിലത്തെ വെള്ളം ഒഴിവാക്കണം എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇത് ഇങ്ങനെ കണ്ട് മറിച്ചാൽ മതി കേട്ടോ. ഇനി നമ്മൾ പ്ലാന്റ് ഇട്ട് കൊടുക്കാൻ പോകട്ടെ. നമ്മുടെ ഫോക്സ്റ്റൈലിൻ്റെ പ്ലാന്റാണിത്. ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും, ഇത് കരയിൽ നിൽക്കുമ്പോൾ ഇങ്ങനെ ഒരു ചുളിഞ്ഞി നിൽക്കുന്ന പോലെ തോന്നും. ഇത് വെള്ളത്തിലേക്ക് ഇറങ്ങുന്ന സമയത്ത് അതിൻ്റെ ഇലകളൊക്കെ ഉണ്ടല്ലോ ശരിക്കും ഇങ്ങനെ വിരിഞ്ഞ് നിൽക്കും കേട്ടോ. അപ്പോൾ ചെറിയൊരു കഷ്ണം ഇട്ടിട്ടുള്ളൂ, കാരണം ഇതിന് മുകൾ വട്ടം അത്ര ഓവർ വിസ്താരമില്ല. അപ്പോൾ ഇത് ഫ്ലോട്ടിംഗ് ആയി കിടക്കുന്നതാണ്. പടിക്ക് പോകാനുള്ള സാധ്യത എത്ര വളർച്ച കിട്ടും അതിനനുസരിച്ച് ഇത് വളർച്ച കിട്ടുള്ളൂ കേട്ടോ. അതിങ്ങനെ പരക്കാനുള്ള സാധ്യത കുറവായിരിക്കും. അതുപോലെ തന്നെ ഇതിനകത്ത് ഇനിയിപ്പോൾ നമ്മൾ ഇടാൻ പോകുന്നത് നമ്മുടെ ഫ്ലോട്ടിംഗ് ആയിട്ട് കിടക്കുന്ന മറ്റൊരു പ്ലാന്റ് ഉണ്ട്. ഇത് കണ്ടില്ലേ, ഈ പ്ലാന്റ് ചെറുതാട്ടോ. ഇത് ശരിക്കും സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല രീതിയിൽ വലുതാവുന്ന ഒരു പ്ലാന്റാണ്. ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും അല്ലേ, നല്ല രീതിയിൽ വലുതാവണമെന്നാണ്. പക്ഷേ ഈ ഒരൊറ്റ ഇതിനകത്ത് ഇട്ടിട്ടുണ്ടെങ്കിൽ ഇത് മൊത്തത്തിൽ ഫില്ലാവുന്ന രീതിയിലേക്ക് മാറും. അപ്പോൾ ഇത്രയും വലിയ പ്ലാന്റ് നമ്മൾ യൂസ് ചെയ്യുന്നില്ല, അതിൻ്റെ തന്നെ ചെറിയ സൈസാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് അഥവാ ഇത് നല്ല രീതിയിൽ വളർച്ചയിലേക്ക് വരികയാണെങ്കിൽ ആ സമയത്ത് നമ്മൾ ഇതിൽ നിന്ന് കുറേശ്ശെ എടുത്ത് ഒഴിവാക്കിയാൽ മതി. അപ്പോൾ നമ്മുടെ പ്ലാറ്റിനം റെഡ് ബിഗിയറിൻ്റെ 2 ഫീമെയിൽ അതുപോലെ തന്നെ ഒരു മെയിൽ ഇട്ടാ. ഒരു മെയിൽ ആദ്യം തന്നെ ചാടി ടാങ്കിലേക്ക്. അപ്പോൾ ഇവരെയാണ് നമ്മളിപ്പോൾ പുതിയ ടാങ്കിലേക്ക് തുറന്നു വിട്ടിട്ടുള്ളത് കേട്ടോ. ഗപ്പിയെ സംബന്ധിച്ചിടത്തോളം അത്ര വലിയ ടാങ്കിൻ്റെ ആവശ്യമൊന്നുമില്ല. നമ്മളെ ഈ ടാങ്കുകൾ, നമ്മുടെ ഫാമിലെ ടാങ്കുകളൊക്കെ കണ്ടില്ലേ, ചെറിയ ടാങ്കുകൾ, അതിലിടക്ക് വലിയ ടാങ്കുകൾ എന്ന് പറഞ്ഞാൽ ഫ്രിഡ്ജ് ബോക്സ് കാര്യങ്ങളുള്ളത്. അപ്പോൾ അക്കൂട്ടത്തിൽ വ്യത്യസ്തമായിട്ടുള്ളൊരു ടാങ്ക് കൂടി നമ്മുടെ ഫാമിൽ നമുക്ക് നിർമ്മിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇതിനകത്ത് ഇപ്പോൾ നമ്മൾ ഷീറ്റൊക്കെ ഇറക്കിയിട്ട് വെള്ളം നിർത്തി നമ്മുടെ ബിഗിയർ ഗപ്പിനെ നമ്മൾ ഇതിനകത്തേക്ക് ഇറക്കി വിട്ടിട്ടുണ്ട് കേട്ടോ. ഇതൊക്കെ മുകളിൽ ഇങ്ങനെ നടക്കുന്നുണ്ടല്ലേ, അത്യാവശ്യം തെറ്റില്ലാത്ത രീതിയിൽ ഇയറൊക്കെ ഉള്ള നമ്മുടെ പ്ലാറ്റിനം റെഡ് ബിഗിയറിനെയാണ് ഇതിൽ ഇറക്കി വിട്ടുള്ളത് കേട്ടോ. ഈ ടാങ്കിനകത്ത് നിലവിൽ നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത് പ്ലാസ്റ്റിക്കിൻ്റെ നമ്മൾ പറഞ്ഞല്ല ആ ഒരു കവറാണ്. അപ്പോൾ അതിനും നല്ല മെറ്റീരിയൽ നമുക്ക് യൂസ് ചെയ്യാൻ കഴിയുകയാണെങ്കിൽ യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതിനും നല്ല മെറ്റീരിയൽ യൂസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്തെങ്കിലും കൂടുതൽ കാലം ഈട് നിൽക്കാനുള്ള ചാൻസ് കൂടുതലാണ്. നമ്മൾ ഏറ്റവും കോസ്റ്റ് കുറഞ്ഞിട്ട്, അതായത് കുറഞ്ഞ ചിലവിൽ തന്നെ നമ്മൾ ഈ ഒരു ടാങ്ക് നിർമ്മിച്ചെടുക്കാനും വേണ്ടിയിട്ടാണ് ഈ ഒരു മെറ്റീരിയൽ യൂസ് ചെയ്ത് കേട്ടോ. അതുപോലെ തന്നെ ഈ ഒരു ടാങ്ക് സെറ്റാക്കാനും വേണ്ടിയിട്ട് നമ്മൾ നിർമ്മിച്ചിട്ടുള്ള നമ്മൾ യൂസ് ചെയ്തിട്ടുള്ള കയർ ഈ സൈഡിൽ ശ്രദ്ധിച്ചാൽ മതി. നമ്മൾ നാടൻ ചൂടിക്കയറാണ്. പ്ലാസ്റ്റിക്കിൻ്റെ കയറൊക്കെ ആണെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിൽ വില വരാനുള്ള ചാൻസ് ഉണ്ട്. ഇപ്പോൾ പ്ലാന്റ്സൊക്കെ കൂടി ടാങ്കിൽ കിടക്കുന്നത്, അതിലെടുക്കുന്ന നമ്മുടെ ബിഗിയർ ഗപ്പീസും ഇങ്ങനെ കിടക്കുന്നത് കാണുമ്പോൾ ശരിക്കും നല്ല രീതിയിൽ നമുക്ക് നല്ല രീതിയിൽ തന്നെ ആസ്വദിക്കാൻ പറ്റുന്നുണ്ട് കേട്ടോ. ഗപ്പിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഓർണമെൻ്റൽ ഫിഷല്ല. അപ്പോൾ ഇത്തരത്തിലുള്ള വ്യത്യസ്തമായിട്ടുള്ള ടാങ്കുകൾ കൂടിയാകുമ്പോൾ അത് നമ്മുടെ ഫാമിൽ വരുന്നവർക്കാണെങ്കിലൊക്കെ ഒരു കൗതുകം ആയിരിക്കും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. അപ്പോൾ ഇൻഷാല്ലാ നമുക്ക് മൈ ഫാമിങ്ങിലെ കൂടുതൽ കാഴ്ചകളും വിശേഷങ്ങളുമായിട്ട് നമുക്ക് അടുത്ത ദിവസങ്ങളിൽ കാണാം. അപ്പോൾ ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് അറിയിക്കുക. ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും താഴെ കമൻറ്റ് ചെയ്യാൻ ശ്രമിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. ഇൻഷാല്ലാ നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.